ഹായ് ഓൾ, KPS വ്ലോഗിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ ഫസ്റ്റ് ഭാഗം തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ ഇന്നത്തെ കഥ എന്തായി എന്ന് നമുക്ക് പറയാം. ഇന്നലെ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ ശ്രുതിയുടെ അമ്മയും കുഞ്ഞിമോനും പോയ ബസ്സിൽ തന്നെ വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു. കാര്യം അവരെ ഫോളോ ചെയ്യാണ്, അവർ എവിടേക്കാണ് പോകുന്നത്, എന്താണ്, ആരാണ്, എങ്ങനെയാണ് എന്നൊക്കെ അറിയാനുള്ള ആ ഉദ്ദേശത്തോടുകൂടി അയാൾ അവരെ തന്നെ ഫോളോ ചെയ്യുകയാണ്. പിന്നെ കാണിക്കുന്നത് ശ്രുതിയെയാണ്. ശ്രുതി അവിടെ പാർലറിൽ എത്തി അവിടെ നിന്നും ചായ കുടിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് പറയുകയാണ്, കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ശ്രുതി പറയുകയാണ്, രേവതിയാണ് അമ്മയെ അവിടെ കൂട്ടിക്കൊണ്ടുപോയത്, അമ്മയ്ക്ക് അവരെ അറിയാം, അവർക്ക് അമ്മയും അറിയാം. ശ്രുതി പറയുകയാണ്, അതായത് അവൾ പ്രശ്നക്കാരിയല്ല, അവിടെ ഭർത്താവ് പക്ഷേ പ്രശ്നക്കാരനാണ്. ശ്രുതി പറയാണ്, അയാൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ ഒരുപാട് താഴ്ത്തി കെട്ടിയെന്ന്. അപ്പോൾ ഫ്രണ്ട് പറയാണ്, നീ ഇന്ന് രക്ഷപ്പെട്ടു, പക്ഷേ എന്നും നീ രക്ഷപ്പെടണം എന്നില്ല, ഒരു ദിവസം എന്തായാലും അവർ നിൻ്റെ കള്ളത്തരം അറിയും. അപ്പോൾ ശ്രുതി പറയാണ്, കല്യാണം ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു, അതിന് ശേഷം എന്ത് നടന്നാലും ഞാനത് എൻ്റെ വഴിക്ക് കൊണ്ടുവരും. അതോ എൻ്റെ മനസ്സ് പറയുന്നു, നിൻ്റെ കല്യാണത്തിന് മുമ്പേ നിൻ്റെ കള്ളത്തരമൊക്കെ അവർ മനസ്സിലാക്കും എന്ന്. ഇതുവരെ എനിക്കങ്ങനെ ഒരു പേടിയുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പം എനിക്കങ്ങനെ ഒരു പേടിയുണ്ട്. രേവതിയും അമ്മയും പരിചയക്കാരാണ് എന്ന് അറിഞ്ഞതോടു കൂടിയാണ് എനിക്ക് ഭയം തോന്നിയത്. രേവതിയെ ആദിക്ക് വലിയ കാര്യമാണ്, അമ്മയ്ക്കും അങ്ങനെ തന്നെ. അവരെന്ത് പറഞ്ഞാലും എനിക്ക് കാണും, വിളിക്കും, അതൊക്കെയാണ് എൻ്റെ ഭയം. നീ സുധിയെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറ. ആരും അറിയാതെ നാളെ തന്നെ നിങ്ങളെ കല്യാണം നടത്താം. നിങ്ങൾ ഇവിടെ താമസിക്ക്, ഞാൻ മാറിത്തരാം. ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ലല്ലോ. നീ കൈകാര്യം ചെയ്യും എന്നല്ലേ പറഞ്ഞത്? നീ പറഞ്ഞാൽ ശ്രുതി അനുസരിക്കും. ഹണിമൂണിന് മുന്നേ പെണ്ണ് എന്ത് പറഞ്ഞാലും ചെറുക്കൻ അനുസരിക്കും. അത് കഴിഞ്ഞാൽ അനുസരിക്കണം എന്നില്ല. ഏയ്, അതൊന്നും നടക്കില്ല. ശ്രുതിയുടെ അമ്മ എനിക്ക് 10 ലക്ഷം രൂപ തന്നു കഴിഞ്ഞു. വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ എടുത്തു. കല്യാണ ഒരുക്കവും നടത്തി. എനിക്ക് ശ്രുതിയെയും വീട്ടുകാരെയും ചതിക്കാൻ കഴിയില്ല. സത്യം അവർ അറിയില്ലായിരിക്കും അല്ലേ? വിവാഹത്തിന് തടസ്സങ്ങളൊന്നും ഇല്ലായിരിക്കും അല്ലേ മീര? അങ്ങനെ വിശ്വസിക്കാം, ദൈവം നിന്നെ രക്ഷിക്കട്ടെ. പിന്നെ കാണിക്കുന്നത് ശ്രുതിയുടെ അമ്മ. ശ്രുതിയുടെ അമ്മ വീടെത്തുന്നത് വരെ അയാൾ അവരെ ഫോളോ ചെയ്തിരുന്നു. വീട്ടിൽ കയറി കതക് തുറക്കുന്നത് വരെ അയാൾ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ശ്രുതി സച്ചി പോകാൻ ഇറങ്ങുകയാണ്. അപ്പോൾ രേവതി പറയാണ്, എവിടെ പോവുക? സച്ചി പറയാണ്, ഓട്ടം കിട്ടുമെന്ന് നോക്കട്ടെ. അപ്പോൾ രേവതി, ഇന്ന് പോകണ്ട, മുതുകുവേദന മാറിയില്ലല്ലോ, ഞാൻ എണ്ണയിട്ട് ചൂട് പിടിപ്പിച്ചുതരാം. ഏയ്, അതൊന്നും പ്രശ്നമില്ല, അത് ഓടിച്ച് പരിചയമില്ലാത്ത കാറല്ലേ, അതുകൊണ്ടാണ് ഈ വേദന. എന്തായാലും ഇപ്പോൾ പോകണ്ട, കുറച്ച് സമയം ഉറങ്ങിയിട്ട് റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി. ഞാൻ ഉറങ്ങിയാൽ വണ്ടി ഉറങ്ങും, കയ്യിൽ കാശ് വേണ്ടേ? ഇപ്പം തന്നെ കയ്യിലൊന്നുമില്ല, അതേ സമയം വേസ്റ്റായി. നീ രാവിലെ മുതലേ ഓടി നടന്ന് ജോലിയൊക്കെ ചെയ്തതല്ലേ, നീ പോയി റെസ്റ്റ് എടുത്തോ, ഞാൻ പോയിട്ട് വരാം. ഏയ് നിൽക്കേ, ഞാനൊന്ന് പറയട്ടെ. അപ്പോൾ സച്ചി പറയാണ്, നീ ഒന്നും പറയണ്ട. അപ്പോൾ അച്ചമ്മ പറയാണ്, ചടങ്ങ് നല്ല രീതിയിൽ തന്നെ നടന്നു അല്ലേ രവി? സന്തോഷമായില്ലേ അമ്മയ്ക്ക്? ആ മോനെ, സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. ഇനി ശാന്തി മുഹൂർത്തം നടക്കണം. എത്ര തവണയായി നഷ്ടപ്പെടുന്നു. ചി ഇറങ്ങി വന്നിട്ട് പറയാണ്, ഞാൻ പോയിട്ട് വരാം. അപ്പോൾ അച്ഛൻ പിടിച്ചു വെച്ചിട്ട് പറയുന്നു, നീ ഇതെവിടെ പോകുന്നു? അച്ചമ്മ, കാർ ഓടിക്കാൻ, അല്ലാതെ അവൻ എവിടെ പോകാനാ? എടാ, വകതിരിവില്ലാത്ത കളി കളിക്കരുത്, നീ എങ്ങോട്ടും പോകുന്നില്ല. അച്ചമ്മ എന്തായി പറയുന്നേ? ചടങ്ങ് കഴിഞ്ഞില്ലേ, ഇനി ഞാൻ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? നിങ്ങൾ പറഞ്ഞ സമയത്ത് ഞാൻ വന്നു, ചടങ്ങിൽ പങ്കെടുത്തു, ഇനി എന്നെ വിട്ടുകൂടെ? ഇപ്പം തന്നെ നഷ്ടം എത്രയാണെന്നറിയോ? താലികെട്ട ചടങ്ങിൽ പങ്കെടുക്കാതെ ഇരുന്നെങ്കിൽ 1000 രൂപ എനിക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. അപ്പോൾ അച്ഛൻ പറയാണ്, എന്താ ഇവനെ പറയുക, അമ്മ തന്നെ പറയും. അപ്പോൾ സച്ചി, അച്ഛൻ ചടങ്ങ് കഴിഞ്ഞില്ലേ, ഇനി എന്നെ വിട്. ചടങ്ങ് കഴിഞ്ഞില്ലേ അച്ചമ്മേ, പ്ലീസ് അച്ചമ്മേ, നല്ല അച്ചമ്മയല്ലേ എന്ന് പറഞ്ഞ് മുത്തം കൊടുക്കാൻ വേണ്ടി പോവാണ്. എടാ, ഒരു ചടങ്ങല്ലേ കഴിഞ്ഞുള്ളൂ, ഇനി വേറൊന്നും കൂടിയില്ലേ? ഇനി എന്ത് ചടങ്ങ്? വീണ്ടും താലി കെട്ടണോ? അച്ചമ്മേ, ഒരു താലി തന്നെ താങ്ങാനുള്ള ശേഷി അവരുടെ കഴുത്തിനില്ല കേട്ടോ. നീ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. എടാ, ഇന്ന് രാത്രിയിൽ ശാന്തി മുഹൂർത്തത്തിന് നേരം കുറിച്ചത് നീ മറന്നോ? അച്ചമ്മേ, പോയേ പറ്റൂ, ഡ്യൂ അടച്ചില്ലെങ്കിൽ ഫിനാൻസുകാർ വീട്ടിൽ വരും. നാണക്കേടല്ലേ, അതുകൊണ്ട് ഞാൻ പോട്ടെ അച്ചമ്മേ. ഒന്ന് നിർത്തുമോ ഇനി? എപ്പം നോക്കിയാലും ഇതേ പറയാനുള്ളൂ. എടാ, എപ്പോഴും ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇത് പിന്നെ മാറുകയില്ല.
പിന്നെ ഒക്കെ ശരിയാവും. നിൻ്റെ കഷ്ടപ്പാടുകളൊക്കെ മാറും. നീ ധൈര്യമായിട്ടിരിക്കുക. ഐശ്വര്യമുള്ള നല്ല കുട്ടിയായിട്ടുള്ള ഭാര്യയല്ലേ നിനക്ക് കിട്ടിയിട്ടുള്ളത്. അവൾ കൂടെ ഉള്ളപ്പോൾ നീ എന്തിനാടാ പേടിക്കുന്നേ? ഒക്കെ ശരിയാവും. രാജകുമാരിയല്ലേ അവൾ. കാറ് ഓടിക്കണം അച്ഛമ്മേ, എന്നാലേ ഒക്കെ ശരിയാവും. ഇവനെ കൊണ്ട് തോറ്റു ഞാൻ. ഇന്ന് നിന്നെ ഞാൻ എങ്ങോട്ടും വിടുന്നില്ല. പോയേ പറ്റൂ അച്ഛമ്മേ. എൻ്റെ കയ്യിൽ വേറെ പൈസയൊന്നും ഇല്ല. അമ്മേ, നമ്മളിനി എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഇവൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ശരി, നമ്മളിവിടെ നിന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. പക്ഷേ 8 മണിക്ക് മുമ്പേ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കണം. 8 മണിക്ക് ശേഷം നല്ല ഓട്ടം കിട്ടും അച്ഛാ. ഒരു 12 മണിക്ക് ശേഷം വന്നാൽ പോരെ? അച്ഛൻ, നീ രാവിലെ ഒരു 6 മണിക്ക് ശേഷം വന്നാൽ മതി. വളരെ സന്തോഷം അച്ഛമ്മ. എടാ, ബൈ ബൈ. ഇനി എന്താ പറയാനുള്ളത് അച്ഛമ്മേ? 9 മണി മുതലാണ് ശാന്തി മുഹൂർത്തം. 8 മണിക്ക് നീ ഇവിടെ എത്തിയിരിക്കണം. 8 മണിക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ നീ എങ്ങോട്ട് പോകണ്ട, ഇവിടെ തന്നെ നിന്നോ. അച്ഛാ, ഞാൻ 8 മണിക്ക് വരും, അതുപോരെ? ഇതൊക്കെ ചന്ദ്ര നോക്കി നിൽക്കുകയാണ്. അപ്പോൾ അവൻ, പോട്ടെ അച്ഛാ, പോട്ടെ അച്ഛമ്മേ, രവതി പോയിട്ട് വരാം എന്ന് പറഞ്ഞ് പോയി. അച്ഛമ്മ, മോള് പോയി ജോലി ചെയ്തോ, അവൻ വന്നോളും. രവി, രാത്രി 9 മണിക്കാണ് മുഹൂർത്തങ്ങൾ തുടങ്ങുന്നത്. അത് മനസ്സിൽ വെച്ച് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. മുഹൂർത്തം തെറ്റരുത്. ശരി അമ്മേ. അപ്പോഴേക്കും ചന്ദ്ര അവിടെ വന്നിട്ട് പറയാണ്, ഞാൻ പറയുന്നത് കേൾക്കില്ലെന്ന് ഈ വീട്ടിലുള്ള എല്ലാവരും ചേർന്ന് തീരുമാനിച്ചിരിക്കുക അല്ലേ? അപ്പോൾ അച്ഛൻ, അല്ല എന്താ? നീ കാര്യം പറയ്. ഇപ്പം എന്തിനാ ശാന്തി മുഹൂർത്തം? അതൊന്നും വേണ്ട അമ്മേ. വേണം. നടക്കേണ്ടത് നടക്കേണ്ട സമയത്ത് തന്നെ നടക്കണം. അമ്മേ, താലികെട്ടൽ ചടങ്ങ് നടത്തിയില്ലേ, അത് പോരെ? ചന്ദ്ര വിടാൻ ഉദ്ദേശമില്ല. ഇത് കുറച്ച് കഴിഞ്ഞ് നടത്തിയാൽ മതി. മൂത്ത മകനായ സുധിയുടെ കല്യാണവും എല്ലാം കഴിഞ്ഞിട്ട് പോരെ അവൻ്റേത്? അച്ഛമ്മയ്ക്ക് ദേഷ്യം വന്നു. അച്ഛമ്മ, നീ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കണ്ട. 2 ചടങ്ങും നല്ല രീതിയിൽ നടത്താനാണ് ഞാനിങ്ങോട്ട് വന്നത്. ഞാനത് നടത്തിയിരിക്കും. പിന്നെ ചന്ദ്ര, അല്ല, കുറച്ച് ലേറ്റായി നടത്തിയാലും എന്താ കുഴപ്പം? അവരിവിടുന്ന് അങ്ങ് ഓടിപ്പോവോ? ചന്ദ്രേ, നല്ലതൊന്നും നിൻ്റെ നാക്കിന്ന് വരില്ലേ? അപ്പം അച്ഛമ്മ, നല്ലത് എന്താണെന്ന് ഇവർക്ക് അറിയോ രവി? എന്തായാലും ഇന്നീ ചടങ്ങ് നടത്താൻ ഞാൻ വിടില്ല. അപ്പം അച്ഛമ്മ, ആഹാ, നീ എന്ത് ചെയ്യോടി? നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അച്ഛമ്മ ഇരുന്നിടത്തു നിന്നും എണീറ്റിട്ട് പറയാണ്, ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും. അമ്മേ, വിട്, പറയുന്നവരെന്തെങ്കിലും പറയട്ടെ. എടാ, ഇവള് പറയുന്നത് നീ കേൾക്കുന്നില്ലേ? ഇവള് തന്നെ പ്രസവിച്ചതല്ലേ സച്ചിയെ? മറ്റാരോ പ്രസവിച്ചതുപോലെയാണല്ലോ ഇവള് പറയുന്നത്. ഒരമ്മ മുന്നിൽ നിന്ന് നടത്തേണ്ട ചടങ്ങാണ് ഇതൊക്കെ. അതോ ചെയ്യുന്നില്ല. കുറുകെ ചാടാതെ എന്തെങ്കിലും ഇരുന്നൂടെ? നീ ഇതേക്കുറിച്ച് നീ മിണ്ടിപ്പോകരുത്. നടക്കേണ്ട സമയത്ത് തന്നെ അത് നടക്കും. നീ നിൻ്റെ ജോലി നോക്കിപ്പോ ചന്ദ്രേ. അതും പറഞ്ഞ ദേഷ്യത്തിൽ അച്ഛമ്മ അങ്ങോട്ടേക്ക് പോയി. അത് കഴിഞ്ഞ് ചന്ദ്ര രവിയോട് പറയാണ്, അല്ല, ഞാൻ പറയുന്നത്, അപ്പോൾ രവി, നിനക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരെ? ഇനി എൻ്റെ കയ്യിൽ നിന്ന് വേറെ എണ്ണ കിട്ടണോ? അങ്ങോട്ട് മാറിയെന്നേ എന്ന് പറഞ്ഞ അവിടെ നിന്നും അച്ഛനും മാറിപ്പോയി. ചന്ദ്ര അവിടെ നിന്ന് കുറച്ച് സമയം രേവതിയത്തിനെ നോക്കി നിന്ന്. അപ്പോഴേക്കും രേവതി അവിടെ നിന്ന് പോയി. അപ്പോൾ എന്നിട്ട് ചന്ദ്ര വന്നിട്ട് പറയാണ് സുധിയോട്, നിൻ്റെ അച്ഛന് വേറെ ജോലി ഒന്നുമില്ലേ? സച്ചിയുടെയും രേവതിയുടെയും ശാന്തി മുഹൂർത്തം ഇന്ന് രാത്രി തന്നെ നടത്തണം എന്നാണ് അമ്മ പറയുന്നത്. എൻ്റെ അമ്മേ, അവന് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഇവരെന്തിനാ നിർബന്ധിച്ച് അവനെ കൊണ്ട് നടത്തിക്കുന്നത്? എടാ, അത് തന്നെയാണ് ഞാനും ചോദിക്കുന്നത്. ഇന്ന് തന്നെ നടത്തണം എന്നുള്ള വാശിയില്ല രണ്ടുപേരും. നിൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞതാ ഞാൻ. കേൾക്കണ്ടേ? ഒക്കെ രേവതി കേൾക്കുകയാണ്. അപ്പോൾ പിന്നെയും പറയുകയാണ് ചന്ദ്ര, താലി കെട്ടിയപ്പോൾ തന്നെ അവൻ കടക്കാരനായി. ഉള്ളതൊക്കെ നഷ്ടപ്പെട്ടു. ഇനി ഒന്നായാൽ പറയണോ? പിന്നെ അവൻ്റെ അധോഗതിയായിരിക്കും. തകർന്ന് തരിപ്പണാവും അവൻ. അതാ അവളുടെ രാശി. അമ്മേ, അമ്മ ഒന്നും പറയാൻ വേണ്ടി പോകണ്ട. എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഇനി അതിൻ്റെ പേരിലൊരു യുദ്ധം വേണ്ട. അച്ഛമ്മ ഒന്ന് തീരുമാനിച്ചാൽ അത് നടത്തിയിരിക്കും. അതും പറഞ്ഞ് സുധി അവിടെ നിന്നും എണീറ്റ് പോയി. വീണ്ടും ചന്ദ്ര മനസ്സിൽ ഓർക്കുകയാണ്, ശാന്തി മുഹൂർത്തം. അവളെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ല. അടുക്കളയിൽ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ട് രേവതി. അപ്പോൾ രേവതിയുടെ അടുത്ത് ചന്ദ്ര എത്തി. എന്നിട്ട് പറയാണ്, അടുക്കളയിലെ ജോലിയൊക്കെ കഴിഞ്ഞോ? ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട്. അപ്പോൾ രേവതി ചോദിക്കുകയാണ്, അമ്മയുടെ റൂമിൽ വെള്ളം വരുന്നില്ലേ? ഞാനങ്ങനെ പറഞ്ഞോ നിന്നോട്? അല്ല, ആ ബക്കറ്റിൽ വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞത്. വെള്ളം കൊണ്ടുവന്ന് എൻ്റെ തലയിലൂടെ അങ്ങ് ഒഴിക്ക്. തോക്കിനകത്ത് കയറി വെടിവെക്കല്ലേ. പറയുന്നത് മുഴുവൻ കേൾക്ക്. ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഈ തറ മുഴുവൻ കഴുക്. ഇപ്പോഴോ? അല്ല, അടുത്ത മാസം. ഞാൻ പറഞ്ഞാൽ മേഡത്തിനിപ്പോൾ ചെയ്യാൻ കഴിയില്ലേ? എന്തെങ്കിലും തിരക്കുണ്ടോ? അമ്മേ, അച്ഛമ്മ എന്നോട് റെഡിയാവാൻ പറഞ്ഞിരുന്നു.
നീ ഫ്ലൈറ്റിൽ വിദേശത്തെങ്ങാനും പോകുന്നുണ്ടോ റെഡിയാവാൻ? അത് ശാന്തി മുഹൂർത്തത്തിന് നേരം കുറിച്ചിരുന്നല്ലോ 9 മണി. അപ്പോൾ 9 മണിക്ക് മുമ്പേ റെഡിയാവണം എന്ന് അച്ഛമ്മ പറഞ്ഞിരുന്നു. ശാന്തി മുഹൂർത്തം അതാണോ ഇപ്പം മുഖ്യം? സമയം ഇപ്പോൾ 7 മണിയായിട്ടുള്ളൂ. എന്തിനാ ഇപ്പോഴേ റെഡിയാകുന്നത്? ഓ, പോയി ഞാൻ പറഞ്ഞ ജോലി ചെയ്. തറയൊക്കെ കഴുകി വൃത്തിയാക്ക്. അമ്മേ, സന്ധ്യ വിളക്ക് വെച്ച ശേഷം വീട് കഴുകാൻ പാടില്ല എന്നല്ലേ പറയുന്നത്? ഓരോരോ ഒഴിവ് കഴിവ്. ഇതാക്കിയാ നിന്നോടാരാ പറഞ്ഞേ? എൻ്റെ അമ്മ പറഞ്ഞതാ. അപ്പോൾ നിൻ്റെ അമ്മ ആരാ? പേര് കേട്ട ജഡ്ജാ? അവർ പറഞ്ഞത് അതേപടി അനുസരിക്കുകയാണോ? ഓരോ ന്യായം പറഞ്ഞ് ഒഴിവാക്കാമെന്ന് വിചാരിക്കണ്ട. പറഞ്ഞതനുസരിക്ക്, തറ കഴുക്. എന്തിനാ ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നേ? അപ്പോൾ ഇപ്പോൾ പറയാണ്, പറഞ്ഞതനുസരിച്ചാൽ മതി. ചോദ്യോത്തരം വേണ്ട, ചന്ദ്ര പറയാണ്. പെട്ടെന്ന് തറ കഴുകി വൃത്തിയാക്കിയിട്. പളപളാന്ന് തിളങ്ങണം. കണ്ണാടി പോലെ ആവണം തറ. പെട്ടെന്ന് ചെയ്. അവർ വീണ്ടും വന്നു രേവതി തുടക്കുന്ന അടുത്ത്. എന്നിട്ട് പറയാണ്, കുറച്ച് സമയം നോക്കി നിന്നിട്ട് പറയാണ്, തീർന്നോ? കഴിഞ്ഞോ? അപ്പോൾ രേവതി, ഇല്ല, കുറച്ചുകൂടി ഉണ്ട്. അവിടെ തുടക്ക്, അവിടെ കുറച്ച് അഴുക്കുണ്ട്, അത് കണ്ടില്ലേ? ഇവിടെ 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 തുടക്ക് എന്ന് പറഞ്ഞ് അവരിങ്ങനെ ഓരോരോ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. അവിടെയൊക്കെ ഞാൻ തുടച്ചതാ അമ്മേ എന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും അവിടെ തുടക്കുകയാണ്. എന്നിട്ട് ചന്ദ്ര പറയാണ്, നിന്നോട് ഞാൻ വീട് വീണ്ടും കഴുകി തുടക്കാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഞാൻ വിളിക്കരുത് എന്ന് പറഞ്ഞിട്ടും പൂ കെട്ടുന്ന നിൻ്റെ അമ്മയെയും ബന്ധുക്കളെയും നീ ഇവിടെ വിളിച്ചു വരുത്തിയില്ലേ? അവർ വന്ന് പോയതുകൊണ്ടാണ് ഞാൻ വീട് തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടി പറഞ്ഞത്. എൻ്റെ വീട്ടിലുള്ളവർ വന്നതുകൊണ്ടാണോ വീട് കഴുകി തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടി പറഞ്ഞത്? അതെ, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അവർ വന്നതോടെ എൻ്റെ വീട് അശുദ്ധമായി. അതുമാത്രമല്ല, വഴിയെ പോകുന്നൊരു അമ്മുമ്മയെയും മകനെയും നീ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. കണ്ടവരെയൊക്കെ വിളിച്ചു വരുത്താൻ ഇതെന്താ സത്ര? വീട് എനിക്കൊരു ക്ഷേത്രം പോലെയാ. കണ്ട പൂ കെട്ടുന്നവർക്കും വഴിപോക്കന്മാർക്കും കയറി ഇറങ്ങാനുള്ള സത്രമല്ല ഇത്. ഏതോ ഒരു കൊച്ചിനെ എൻ്റെ വീട്ടിലെ മുറിയിൽ കിടത്തി ഉറക്കി. അവൻ്റെ അമ്മുമ്മയും കിടന്നത് ആ മുറിയിൽ തന്നെ. ആ ഒറ്റകളെ കണ്ടാലും നിന്റെ വർഗത്തിൽപ്പെട്ടവരാണ് എന്നല്ലേ പറയൂ. എൻ്റെ വീട്ടിൽ ആര് വരണം ആര് വരണ്ട എന്ന് ഞാൻ തീരുമാനിക്കും. മനസ്സിലായോ? ഇനി ഇത് ആവർത്തിക്കരുത്. നിന്റെ വീട്ടുകാരും ബന്ധുക്കളും ആ സ്ത്രീയും കൊച്ചും എവിടെയൊക്കെ കയറി ഇരുന്നിട്ടുണ്ടാവും. അവിടെയൊക്കെ കഴുകി തുടച്ച് വൃത്തിയാക്കണം. ശാന്തി മുഹൂർത്തായാലും വേണ്ടില്ല, അശാന്തി മുഹൂർത്തായാലും വേണ്ടില്ല. അതിന് ശേഷമേ നിന്നെ ഞാൻ മുറിയിൽ വിടുള്ളൂ. സച്ചി പറഞ്ഞതുപോലെ തന്നെ അതാ കറക്റ്റ് സമയത്തിനേക്ക് വരികയാണ്. സച്ചി വരുമ്പോൾ രേവതി കരയാണ്. എന്നിട്ട് രേവതി പറയാണ്, ചെന്ന് കുളിച്ചിട്ട് വാ, അപ്പോഴേക്ക് ഞാൻ ഭക്ഷണം എടുത്ത് വെക്കാം. അപ്പോൾ സച്ചി പറയാണ്, അവിടെ നിന്നേ, നിനക്കെന്താ പറ്റിയേ? ഏയ്, എനിക്കെന്ത് പറ്റാനാ? ഒന്നുമില്ല. പിന്നെ എന്താ നിൻ്റെ കണ്ണ് കലങ്ങിയിരിക്കുന്നേ? നിൻ്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ പ്രശ്നമുണ്ടെന്ന്. പ്രശ്നമൊന്നുമില്ല. ഈ സമയത്ത് എന്തിനാ തറ തുടക്കുന്നേ? അത് മുഴുവനും പൊടിയായിരുന്നു, അതാ. നീ നന്നായി കള്ളം പറയുന്നുണ്ട്. എന്താ പ്രശ്നം? പറ. ഒന്നുമില്ലെന്നേ എന്ന് പറഞ്ഞ് അവൾ പോകാൻ വേണ്ടി തിരിയുന്ന സമയത്ത് അവൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. ഏയ്, അമ്മ വല്ലതും പറഞ്ഞോ? ഏയ്, ഇല്ല, ഒന്നും പറഞ്ഞില്ല. എനിക്ക് ജോലിയുണ്ട്, വിട് എന്ന് പറഞ്ഞ് അവൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് അവൾ പോവുകയാണ്. അപ്പം അവൻ വീണ്ടും പറയുകയാണ്, നിക്ക്, പറഞ്ഞിട്ട് പോയാൽ മതി. എന്താ ഇവിടെ ഉണ്ടായത്? എന്താ പറയണ്ടേ? എൻ്റെ വീട്ടിലുള്ളവർ ആരും വരരുത്. വന്നാൽ ഇതുപോലെ ഈ വീട് അശുദ്ധമാകും. അതുകൊണ്ട് വീട് മുഴുവനും കഴുകി തുടക്കാൻ വേണ്ടി പറഞ്ഞു. അവരങ്ങനെ പറഞ്ഞു അല്ലേ? അവർ പറഞ്ഞതെല്ലാം ചെയ്യണമെന്നുണ്ടോ? എന്താ അവർ വിചാരിച്ചിരിക്കുന്നേ? എവിടെ അവർ എന്ന് പറഞ്ഞ് അവൻ അവരുടെ അടുത്ത് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ രേവതി പിടിച്ചു വെച്ചിട്ട് പറയാണ്, വേണ്ട വേണ്ട, ഇനിയൊരു പ്രശ്നത്തിൽ നിൽക്കണ്ട. ആരാ അവർ? വലിയ തമ്പുരാട്ടി. ഇപ്പം ചോദിച്ചില്ലെങ്കിൽ അവർ ഇനിയും ആവർത്തിക്കും. വിടത്. അവർക്ക് എന്തും പറയാമെന്നാണോ കരുതിയിരിക്കുന്നേ? അവരാരെന്നാ വിചാരിക്കുന്നേ എന്ന് പറഞ്ഞ് സച്ചിക്ക് ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. ആ ബക്കറ്റും വെള്ളവും ചവിട്ടിത്തെറിപ്പിച്ചു. പ്രശ്നം ഉണ്ടാക്കല്ലേ, വാ, വരാൻ വരാൻ എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ കയ്യിൽ പിടിക്കുകയാണ്. അപ്പോൾ അവൻ കുതറി മാറുകയാണ്. എന്നെ വിട് എന്ന് പറഞ്ഞിട്ട് നടക്ക് എന്ന് പറഞ്ഞ് അവനെ മുറിയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവൻ പറയുകയാണ്, നീ എന്തിനാ എന്നെ മുറിയിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവരുന്നത്? എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. ചോദിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ചോദിച്ചിട്ട് എന്താ കാര്യം? വഴക്ക് കൂടാന്നല്ലാതെ നിങ്ങളുടെ അമ്മ മാറുമോ? ഇതിൽ വഴക്കുണ്ടാക്കി എന്തിനാ അച്ഛമ്മയെ വിഷമിപ്പിക്കുന്നേ? അമ്മ എന്ത് പറഞ്ഞാലും കരഞ്ഞുകൊണ്ട് അനുസരിക്കുക. നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ? നിന്നെ പിടിച്ചവർ വിഴുങ്ങോ? താണു നിന്നാൽ നിൻ്റെ തലയിൽ കയറി നിരങ്ങും അവർ. എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ചങ്ങോട്ടും പറഞ്ഞോളണം, അല്ലെങ്കിൽ അവർ വീണ്ടും വീണ്ടും നിന്നെ ഉപദ്രവിക്കും. നിൻ്റെ വീട്ടിൽ നമ്മൾ മുമ്പ് പോയപ്പോൾ നിൻ്റെ അമ്മയും അനിയത്തിയും ഒക്കെ നമുക്ക് വേണ്ടുന്ന പരിഗണന തന്നില്ലേ?
ബഹുമാനിച്ചില്ലേ? അവർ ഈ വീട്ടിൽ വന്നപ്പോൾ അവരോടും ആ ബഹുമാനം കാണിക്കണമായിരുന്നു. അവർ വന്നതിനാൽ വീട് അശുദ്ധമായത്രേ. അവരങ്ങനെ പറഞ്ഞപ്പോൾ തറ തുടക്കാൻ ഇറങ്ങിയിരിക്കുക. നിന്റെ തലയിലെന്താടി കളിമണ്ണോ? ഇത് നിങ്ങളുടെ അമ്മയുടെ വീടാ. അവർ പറയുന്നത് എനിക്ക് അനുസരിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഞാനിവിടുന്ന് പോകണം. ഇത് അവരുടെ വീടോ? എൻ്റെ അച്ഛൻ്റെ അധ്വാനവും ചോര നീരാക്കി കിട്ടിയ ശമ്പളമൊക്കെ ഈ വീടിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്. അമ്മയ്ക്കുള്ളതുപോലെ അവകാശം ഒരു തരത്തിൽ അച്ഛനും ഈ വീട്ടിലുണ്ട്, അല്ലാതെ അവരുടെ സ്വന്തമല്ല. അവർ കാരണ ശ്രുതിക്ക് കാശ് കൊടുത്തതും നഷ്ടപ്പെട്ടതും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മേൽ ഇനി ഒരു അവകാശവും അവർക്കില്ല. ഒക്കെ ആ കാശിൽ കഴിയും. എൻ്റെ ഭാര്യ, ഈ വീട് നിൻ്റെയും കൂടി വീടാ. ഈ വീട്ടിൽ നിനക്കുമുണ്ട് അവകാശവും അധികാരവുമൊക്കെ. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അപ്പം അടുത്ത കഥയുമായി അടുത്ത പുതിയ വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ഓൾ.